ഹലോ ഗായ്സ്, നമ്മൾ കളിക്കാൻ വന്നത് ബേബി ഇൻ യെല്ലോ പറഞ്ഞൊരു ഗെയിമാണ്. ഈ ഗെയിം ഞാൻ മുമ്പൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് കളിച്ചിട്ടുണ്ട് പറഞ്ഞാൽ എനിക്ക് ചാനലൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഒരു ചാനൽ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ചാനൽ തുടങ്ങിയിട്ടും കളിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വീഡിയോ ഇടാം, സീനില്ല. ഇതിൽ നമുക്കൊരു കുട്ടി ഉണ്ടാവും, ആ കുട്ടീനെ നമുക്ക് നോക്കണം. അതാണ് നൈറ്റ് 2 ഞാൻ പോയ പ്രാവശ്യം കളിച്ചാണല്ലേ. നമുക്ക് ഫസ്റ്റ് തൊട്ട് കളിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് തൊട്ട് കളിക്കാം. ശരി, നമുക്ക് എന്താണ് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തൊട്ട് കളിക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ അങ്ങനെ നൈറ്റ് 1 ആകാൻ പോവാണ്. ആക്ട് 1 പ്രസ് ടു സ്റ്റാർട്ട്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ക്രൗൺ ചൈൽഡ് കെയർ, യു ഹാവ് 1 ന്യൂ സ്ലിൻ്റെ മെസ്സേജ്, അങ്ങനെ എന്തോ ഇത് കാണിക്കുന്നുണ്ട്. ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്പർ എന്താണോ 10. കീസ് അണ്ടർ ദ പ്ലാൻ പോട്ട്. പ്ലാൻ പോട്ടിൻ്റെ അടിയിൽ ഒരു കീ ഉണ്ട്, അതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ എന്നാണ് പറയണത്. ഇതുണ്ടല്ലോ, ഇവിടെ ഒരു പ്ലാൻ പോട്ടുണ്ട്, ഇതവിടെ ഒരു കീ ഉണ്ട്, ഇതാണ് നമ്മുടെ കീ. ഇനി നമുക്കിത് വെച്ച് തുറക്കാം ഗൈസ്. എൻ്റെ മോനെ, എടാ ചെറുക്കാ, ദ ബേബി ഇന്നല്ലോ, അവനെ എവിടെ പോയി കിടക്കണോ? എടാ ചെറുക്കാ, എന്തായി? ഫുഡ് കഴിക്കണോ? അത് ശരി, അവനത് ബനാനയൊക്കെ കഴിച്ചിട്ട് അവിടെ സുഖമായിരിക്കണം. നമുക്കിനി കളിക്കാം കുറച്ച് നേരം. ഇവനെടുത്ത് വലിച്ചെറിയുക, അതായിരിക്കും നല്ലത്. ഇതെന്താ കറക്റ്റാവാത്ത? ഇവൻ നല്ല ഷോട്ടിലെടുത്ത് വലിച്ചെറിയണമെന്നുണ്ട്, എൻ്റെ കൺട്രോളും കിട്ടുന്നില്ല. അയ്യേ, എനിക്ക് വലിച്ചെറിയാൻ പറ്റണില്ലല്ലോ. വലിച്ചെറിയടാ എൻ്റെ മോനെ, എറി. ഇത് എന്താണ് ഈ നമുക്കൊന്നും അറിയാൻ പറ്റാത്തത്? അപ്പം കറക്റ്റായി. അവൻ്റെ തല ടേബിളിൽ പോയി ഇടിച്ചു. ഇനി നമുക്ക് കുറച്ച് നേരം ബാസ്ക്കറ്റ് ബോൾ കളിക്കാം. ഇവിടെ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ സംഭവമുണ്ട്, അതിലങ്ങ് ഇട്ടുക. പിന്നെ അല്ല, നമുക്ക് 1 പോയിൻ്റ് കിട്ടി. ഒന്നും കൂടി കളിക്കാമല്ലോ, നല്ല സുഖമുണ്ട്. ഈ ചെക്കൻ്റെ വായ എന്താ ഇങ്ങനെ? ഭ്രാന്ത്, എൻ്റെ വായ എന്താ ഇങ്ങനെ? വല്ല ആനേൻ്റെ വായ പോലെ ഉണ്ട്. ആനേൻ്റെ വായ എത്ര വലുതാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഗൈസ്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ഓക്കെ, നീ അവിടെ കിടക്കുക, ഞാൻ നിനക്ക് ബോട്ടിൽ എടുത്തിട്ട് വരാം ഫ്രിഡ്ജിൽ നിന്ന്. ഫ്രിഡ്ജ് പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതെവിടെയാണ് നമ്മുടെ ബോട്ടിൽ? നമുക്കിനി ബോട്ടിലെടുത്ത് അവനെ കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഓക്കെ, അയ്യേ, അവനവിടെ നാറ്റിച്ച്. പക്ഷേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമുക്കിനി ഇവനെ ടേക്ക് ബേബി ടു ചേഞ്ചിങ് ടേബിൾ. ഓക്കെ, ഇവനങ്ങനെ അവിടെ ഇരുന്നിട്ടുണ്ട്. ഗെറ്റ് ന്യൂ നാപ്പി. ഇവനവിടെ അവൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇതേ കിടക്കണം. എനിക്കറിയായിരുന്നടാ നീ ഇവിടെ തന്നെ ഉണ്ടെന്ന്. നമുക്കിനി ഇവനെ ഒന്ന് ജട്ടി മാറ്റി കൊടുക്കണം. ഇനി ചേഞ്ചിങ് ടേബിൾ വരെ പോകേണ്ടതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ ഈ ഇതിലിരുത്താം, നല്ല രസമുണ്ടാവും, അതായിരിക്കും നല്ലത്. 3, 2, 1 ലെറ്റ്സ് ഗോ. ഗൈസ്, അവനിത് അപ്പുറത്തെ കണ്ടത്തേക്ക് പോയി. എവിടെ അവൻ? അതെ, അവൻ്റെ മുട്ട കിടക്കണു. ഇവന് ജട്ടി മാറ്റി കൊടുക്കണുണ്ട്, അതാണ് ഒത്തിരി പാട്. കുഴപ്പമില്ല, നമുക്ക് ഇനി ജട്ടി മാറ്റി കൊടുക്കുക. ജട്ടി ഇത് അപ്പുറത്തെ കണ്ടത്തേക്ക് പോയി കിടക്കണം. അതിനവിടെ കണ്ടൊന്നുമില്ല. നമുക്കിനി ഇവനെ ഒന്ന് ചെയ്യിപ്പി ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവനെ കൊണ്ടുപോയി ഉറക്കണം. ടേക്ക് ബേബി ടു ബെഡ്, അങ്ങനെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണ്ടേ? ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക്. അവിടെയാണ്, അവിടെ തന്നെ ഉണ്ടോ? ഓക്കെ, നമുക്കിനി ഇവനെ വായിച്ചു കൊടുക്കാം. ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ്. ഓക്കെ, ഒരു സ്ഥലത്തൊരു ബേബി ഇന്നെല്ലാം ഉണ്ടായിരുന്നു. അവനാണ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പൊട്ടൻ. അവനെ പ്രാന്തായിട്ട് അവൻ വെള്ളത്തിൽ പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ പ്രാന്തായിട്ട് ചെടീനൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ഇനി നമുക്ക് ഇവനെ ഉറക്കണം. അല്ല, ഉറങ്ങി അവൻ. ശരി, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ.
വെയിറ്റ് ഫോർ പാരൻസ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഇരുന്ന് ടി വി ആണ്. ടോസ്റ്റ് ചെയ്യുക, അതെന്തോ ആഡൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും നമ്മളിത് വാങ്ങാൻ പോകണമെന്ന് എനിക്കറിയില്ല. നമുക്കിനി കിടന്നുറങ്ങാം. ആ കൊച്ചർക്കൻ എണിച്ചാ? അടച്ചക്ക, എന്താ നീ ഇങ്ങനെ എണിക്കണേ? ഞങ്ങൾക്ക് ഉറങ്ങാൻ സമയമൊക്കെ വേണ്ടേ? നമുക്കിനി വേഗം പോയിട്ട് എവിടെ അവനെവിടെ? താഴെ പോയിട്ടുണ്ടാവും. അതേ കിടക്കണം അവിടെ. നമുക്കിനി ഇവനെ പിന്നെയും ബെഡിൽ കൊണ്ടുപോയി ഇടണം. എന്താ അറിയോ, ഇവൻ പിന്നെ ഉറങ്ങണം എന്നൊക്കെയാണ് പറയണത്. സീനില്ല, നമുക്ക് ഇവനെ ബെഡിൽ കൊണ്ടുപോയി ലീവ് ആൻഡ് ക്ലോസ് ദ ഡോറ്. അവന് പിന്നെ ഒരു പാവ വേണമായിരുന്നു കേട്ടോ. അവൻ ആ പൂച്ചേൻ്റെ ബൊമ്മ കൊടുത്തപ്പോൾ അവന് സന്തോഷമായി. ഇനി നമുക്ക് ഇവനെ ഇതെന്തത് അവൻ്റെ ഡോറൊക്കെ തുറന്നു എന്നിട്ട് ഉറങ്ങണ പോലെ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചില്ല് ഔട്ട് ചെയ്യാം. നല്ല സുഖം. നമുക്കിനി കിടന്നുറങ്ങാം. അയ്യോ, ലോഡിങ്ങാ. ഓക്കെ, ഇവിടെ അങ്ങനെ അടുത്ത നൈറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ബോട്ടിൽ എവിടെ? ഫൈൻഡ് ദ ബോട്ടിൽ. ഇവിടെ അവിടെയും ബോട്ടിലിനെ കാണാനില്ല. ശരി, ചതിക്കല്ലേ. അതവിടെ തന്നെ ഉണ്ട് ബോട്ടിൽ. ഇനി നമുക്ക് അവനെ പാൽ കൊടുക്കാം. ചക്കൻ പിന്നെയും നാട്ടിച്ച്. ഇനി നമുക്ക് അവനെ ജട്ടി മാറ്റി കൊടുക്കണ്ടേ? നമുക്ക് ജട്ടി മാറ്റി കൊടുക്കാം. സീനില്ല, അതുകൊണ്ട് സീനില്ല. ജട്ടി മാറ്റി കൊടുക്കാം. അവനെ ജട്ടി മാറ്റാം. ശരി, ഈ ജട്ടി ഇതെങ്ങോട്ടാ പോണേ? ഇവിടെ ജട്ടിയെ നിൽക്കണ അവിടെ. എനിക്ക് തന്നെ ഒന്ന് പിടിക്കേണ്ടതാണ്. ഈ ആഡ് വെറുതെ ആഡ് വരുന്നു. ഇവിടെ ആ ജട്ടി ഇവിടെ ഒന്നും കാണാനില്ല. എനിക്കൊന്നും മേലെ പോയിട്ടുണ്ടാവുന്നു. മേലെയും ഇല്ലേ? ഇതിപ്പോൾ എവിടെയാണ്? ഇനിയിപ്പോൾ ഈ റൂമിലുണ്ടാവും. ഈ റൂമിലും ഇല്ലേ? ശരി, ഇവിടെ ഉണ്ട്, അവിടെയും ഇല്ല. ഈ ജട്ടിത് അവിടെ പോയി കിടക്കണം. അയ്യോ, ഇനിയിപ്പോൾ ഗെയിം റീസ്റ്റാർട്ട് അടിക്കേണ്ടേ വരുമോ? നമുക്ക് റീസ്റ്റാർട്ട് അടിച്ച് നോക്കാം. അങ്ങനെ ഞാൻ റീസ്റ്റാർട്ട് അടിച്ചപ്പോൾ ഈ ജട്ടി ഇത് എവിടേക്കൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. ഈ ഷഡ്ഡി ഇത് എവിടേക്കാണ് പോണേ? നിൽക്കട അവിടെ. പോയി അവിടെ തലയിടിച്ച്. അതിപ്പോൾ അതായത് നല്ല കാര്യം തന്നെ. ഇനി നമുക്ക് ഈ ജട്ടീനെ ഈ ജട്ടീനെ കൊണ്ടുപോയിട്ട് അവനെ ഒന്ന് മാറ്റി വയ്ക്കണം. എടാ പിടിച്ചോ എൻ്റെ ഒരു ജട്ടി. ഇതെന്താ സംഭവിച്ചേ? എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ? ഇപ്പോൾ എന്തോ പോലെ. സീനില്ല, പോയി അതൊക്കെ. ഇനി നമുക്ക് ഇവനെ ഒന്ന് സ്ലീപ്പ് വെക്കണം, അതായത് ഉറക്കണം. നമുക്കിനി ഇവനെ ഒന്ന് ഉറക്കാം. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ്. പെട്ടെന്ന് വായിക്കടാ. ദ പ്രിൻസ് വെൻ ദ റാബിറ്റ് കെയിം ടു ത്രോ. വായിക്കാനും വിടില്ല. വായിക്കെന്നും പറയും. ഇതെന്ത് കഷ്ടത്. നമുക്കിനി ഒന്നും കൂടി ഇരുന്ന് വായിക്കാം. സിറ്റ് ഡൗൺ ആൻഡ് റീഡ്. ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ് ത്രോ. നിനക്ക് വല്ല വട്ടുണ്ടാ? വായിക്കാനും പറയും, വായിക്കാനും വിടില്ല. വായിക്കൂല, വായിക്കാനും വിടില്ല. അതാണ്. പിന്നെ ഒന്നും കൂടി വായിച്ചു കൊടുക്കുക. ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ്. പിന്നെ അതിൽ വട്ടുണ്ടോ? കുറേ നേരം തുടങ്ങിയിട്ട്. ഇത് ഇവൻ്റെ പാവമാണെന്നാണ് പറയണത്, അല്ലാണ്ട് കൊടുക്കണമെന്നല്ല. കണ്ടിന്യൂ റീഡിങ്. ശരി, നമുക്ക് പിന്നെയും വായിച്ചു കൊടുക്കണം അവനെ. ദ റാബിറ്റ് ആൻഡ് ദ പ്രിൻസ് ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ത്രൂ ഡാർക്ക് കോറിഡേഴ്സ് ഹി ചേസ്ഡ് ദ പ്രിൻസ്. ഹി കുഡൻറ്റ് ക്യാച്ച് ഹർ. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഒരു സെക്കൻഡേ ഉള്ളൂ ഈ സ്റ്റോറിയൊക്കെ. അതേ ചെക്കൻ ഉറങ്ങി. അപ്പോഴേക്കും
ഈ ഒരു 10 സെക്കൻഡിൻ്റെ സ്റ്റോറി ആക്കാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ കിടന്നു. ചില്ല ഔട്ട്. നമുക്ക് ചില്ല ഔട്ട് ചെയ്യണം. എന്താ ഡോറിൽ എന്തെന്ത് സാധനം ഗൈസ്? നമ്മൾ മറ്റേ ടി വിയിൽ കണ്ട ഒരു സാധനമില്ലേ, അതിലല്ലേ എന്താ പറയുക, ടി വിയുടെ ഒരു പരസ്യം കണ്ടില്ലേ, അതിലുള്ള സാധനമാണ്. ഇനി നമുക്ക് ഈ ഡൈനിങ് ടേബിളിൽ ഇടാത്. ഫൈനലി സം പീസ് ടു വാച്ച് ദ ടി വി. ഇത് ഞാൻ അവനൊക്കെ കൊടുത്ത പാവയല്ലേ, ഇതെങ്ങനെ ഇവിടേക്ക് വന്നു? എനിക്കറിയില്ല. അതെന്തത് കാൽപ്പാടോ? അത് ഈ പാവേൻ്റെ ഇതാണ്, പഞ്ഞിയാണ് തോന്നുന്നു. ഇനി നമുക്ക് ഫൈനലി സം പീച്ച്. പക്ഷേ എന്താണ്, ഡോർ ലോക്കാണ് കേട്ടോ. അതൊന്നും തീർക്കട്ടെ. നമുക്കിനി ടി വി കാണാം. ഈ ഡോറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിടാം, ആരെങ്കിലും വന്നാലോ പിന്നെ. ഗൈസ് നമുക്കങ്ങനെ ചില്ല ഔട്ട് ചെയ്യാം. ഇതെന്തത് ക്യാമറ തലേനാ? ന്യൂസൊക്കെ പറയണു ക്യാമറ തലേൻ. നമുക്കിനി ചില്ല ഔട്ട് ആവാം ടി വി കണ്ടിട്ട്. അയ്യോ ഓക്കെ. ഇതൊന്ന് ഇടി പിന്നെതാ. അത് ശരി, ആ ചക്കനെന്താ അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കണം. എടാ പേടിക്കണ്ട, അതൊന്ന് ഇടി പിന്നെതാ. ഇടി വെട്ടിയതിന് ഇങ്ങനെ പേടിക്കണം. നമുക്കിനി ഒന്ന് സെറ്റിൽ ചെയ്യുക. സെറ്റിൽ ബേബി. അവനെ ചെയ്യണ്ട്. ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ. ഫൈൻഡ് സംതിങ് ടു ഈസ്. എന്ത് ഫെർപ്പാസ് അങ്ങനെ എന്തോ ഇതിണ്ട്. ചീസ് ടോസ്റ്റ്. നമുക്കിനി ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഉള്ളി ഇടാം, ഓണിയൻ ഇടണം, പിന്നെ മഷ്റൂം ഇടണം. പിന്നെ അടുത്തത് എന്താണ്? എന്താ ചിക്കനാണോ? അറിയില്ല, എന്തോ ഒരു സർക്കിൾ പോലത്തെ സാധനമാണ്. ഇനി നമുക്ക് തക്കാളി ഇടാം, ചീസ് ഇടാം. ഇതെന്താ ബ്ലാക്ക് സ്ക്രീൻ ആയത്? അറിയില്ല. നമുക്കിനി എന്തോ ഒരു സാധനം, ഇത് എന്താ പറയാ, നെല്ലിക്കയല്ല അത്. ഇനി നമുക്ക് അടുത്ത ബ്രെഡ് വെച്ച് കൊടുക്കാം. നമുക്കിനി ടോസ്റ്റ് ചെയ്യാം. നമ്മളങ്ങനെ സാൻഡ്വിച്ച് കഴിക്കാൻ പോണു. ഇതെന്തായത്? അത് ശരി, ഫീഡ് ദ ബേബി യു മോൺസ്റ്റർ, ഫീഡ് മീ അങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് മറ്റേ പ്രേതബാധകത്തിൻ്റെ ഒരു സാധനമാണ്. നമുക്ക് ഇതാക്കാം. ഇനി നമുക്ക് പാലുകൊണ്ട് അവിടെ പോവാം. നമ്മുടെ പാലെവിടെ? അത് ശരി, അവനാ പാലെടുത്തോണ്ട് പോയാ? അറിയില്ല. ഇത് അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ പാലിൻ്റെ ബോട്ടിലിരിക്കുന്നത്. നമുക്ക് ആ പാലിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് വരാം. നമുക്ക് ഇതിൽ കൂടെ പോവാം. ഏതിൽ കൂടെ പോവാം? ഇതാണോ വഴി? ഇതാണോ തോന്നുന്നു. ഇതല്ലേ, അവിടെ വഴിയില്ല. എവിടെയുടെ ഇതൊരു മേസ് പോലത്തെ സംഭവമായിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാട്. ഗൈസ് അങ്ങനെ എനിക്ക് ഇവിടെ ബോട്ടിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അവിടെ ഡോറിന് കണ്ടുപിടിക്കണം. ഡോർ എവിടെ കണ്ടുപിടിക്കാനാണ് ഹാർഡ്. ഒരു മേസ് പോലത്തെ സംഭവമാണിത്. ഞാനിവിടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെ ഡോറ്? ഇവിടെയൊന്നും കാണാനില്ല. അത് ശരി, ഇവിടെ ഇല്ലേ? അപ്പോൾ ഇതിൽ കൂടെ അങ്ങ് പോവാം. ഓക്കെ, അതെ, അവിടെ തന്നെ ഡോറുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് നേരെ വിടാം. ഇതെന്തത്? അത് ശരി, അതാണ് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അവിടെ. അയ്യോ, ബോട്ടിൽ താഴെ വേണം. ബോട്ടിൽ മെയിനായിട്ട് വേണം, അല്ലെങ്കിൽ ആ ചെക്കൻ അവിടെ ഇരുന്ന് കിടന്ന് കരയും. അങ്ങനെ. ഇതെന്തത്? ഈ ചെക്കൻ്റെ കണ്ണ് കണ്ടോ നിങ്ങൾ? ഗായ്സ്, ആ ചെക്കൻ്റെ കണ്ണ് കണ്ടോ നിങ്ങൾ? ഒരു പ്രാന്ത് കണ്ണ്. വെറുതെ പിന്നെ അവിടെ നാട്ടിച്ച്. ഇനി നമുക്ക് ഈ നാപ്പ് എടുക്കുക. ഈ ചെക്കനെന്താ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ നമ്മൾ പേടിച്ചില്ല. ഞാൻ ഈ ഗെയിം കുറേ കളിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നെ അങ്ങനെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഒരു സ്കാരി ഫീൽ തന്നവൻ. ബ്രേക്ക് ദ എമർജൻസി ഗ്ലാസ് അപ്സ്റ്റേഴ്സ്. ഗൈസ്, ആ ജട്ടി അവിടെ ഇടിച്ചപ്പോൾ ഒരു ഇതുണ്ടായിരുന്നില്ലേ, ഒരു എമർജൻസീൻ്റെ എന്തോ ഒരു എഴുതിയിട്ട്. അവിടെ പോകണം നമുക്കിനി നേരെ പോവുക. ചക്കൻ ബീറോൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നത്, മറ്റേ അലമാറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നത്. പാസിഫൈ ദ ബേബി. നിൽക്കളവിടെ.
ഗായ്സ്, എന്നാൽ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, നമുക്കിനി അടുത്ത പാർട്ടായിട്ട് വരാം. ഈ ചെക്കനെ ഒന്ന് കടത്തണം. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ഓക്കെ, റോഡ് ടു 700 ആണ്. എല്ലാവരും ഒന്ന് മാക്സിമം സബ് ചെയ്യുക ഗൈസ്.